സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞത് വി ആർ അഫ്രൈഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഞങ്ങൾ പേടിക്കുകയാണ്. ഈ മെഡിക്കൽ കുത്തകൾ വന്നിട്ട് 1-2 ഷെയർ മേടിക്കുന്നത് നമുക്ക് പേടിയില്ല, പക്ഷെ ഇവർ ബൾക്കായി വന്നിട്ട് എല്ലാ ഹോസ്പിറ്റൽസും മാസ് ബൈയിങ് നടത്തുമ്പോൾ ഞങ്ങൾ പേടിക്കുകയാണ്. അതായത് അവർ പറഞ്ഞ 2 കാര്യങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, 10,000 രൂപക്കോ 25,000 രൂപക്കോ ചെയ്യേണ്ട സർജറി നിങ്ങൾക്ക് അതിൻ്റെ 100-200 ഇരട്ടി പൈസ കൊടുത്ത് സർജറി ചെയ്യേണ്ടി വരുമെന്നും. 2, മെഡിക്കൽ എത്തിക്സിനെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ അവർ ഫോഴ്സ്ഡ് ആവും. ഈ കാര്യമാണ് അവരുടെ ഒരു പേടി അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ കോർപ്പറേറ്റ്സ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, കോർപ്പറേറ്റ്സിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇതിന് ഈ ഒരു കോർപ്പറേറ്റ്സിൻ്റെ കടന്നു കയറ്റം അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ്സിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ചെറിയൊരു മലബാറിലെ കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കോർപ്പറേഷനിൽ നടന്ന കാര്യങ്ങൾ പറയാം. അവിടെ മെയിനായിട്ടുള്ള 3-4 ഹോസ്പിറ്റലുകൾ. ഈ ഹോസ്പിറ്റൽ ഓണേഴ്സ് നമ്മൾ ഫിഷ് മാർക്കറ്റ് വെച്ചിട്ട് അയില, മത്തി, അയക്കൂറ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന പോലെ ഓരോ ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചുകളും 1,500 കോടി. സോ ആൻഡ് സോ ഹോസ്പിറ്റൽ, വേറൊരു ഹോസ്പിറ്റൽ 2,000 കോടി, വേറൊരു ഹോസ്പിറ്റൽ 3,000 കോടി. അപ്പോൾ ഈ പറഞ്ഞിട്ട് നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സ് റോഡ് മേൽ ഇടുന്നതിൻ്റെ ഏതെടുത്താലും 10, ഏതെടുത്താലും 10, ഏതെടുത്താലും 20 എന്ന് പറയുന്നത് പോലെ ഹോസ്പിറ്റലുകൾ വിൽക്കാനുള്ള ഈ ഒരു അധാർമികത ഇവർക്ക് എവിടുന്നാണ് കിട്ടിയത്? നമ്മുടെ സോ കോൾഡ് ഗവൺമെൻറ് സ്ട്രക്ചറിന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഇവരുടെ മേൽ ഒരു കൺട്രോളും ഇല്ലേ? ശരിയാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവർ പൈസ കൊടുത്ത് മേടിച്ച സ്ഥലത്താണ് എടുത്തിട്ടുള്ളത്, എല്ലാം ശരിയാണ്. ദേ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഓഫ് മണി, എല്ലാം ശരിയാണ്. പക്ഷേ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ബിസിനസ് അല്ലല്ലോ. മെഡിക്കൽ ഫീൽഡിൽ ഒരു സേവനം കൂടിയല്ലേ. ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലല്ലേ? നമ്മുടെ നിയമ സംവിധാനത്തിൽ പറയുന്നതല്ലേ റൈറ്റ് ടു ലിവ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് മാരേജ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഫ്രീഡം ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം ഏതൊരു പൗരൻ്റെയും, അത് പാവപ്പെട്ടവനായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ടവനായാലും ശരി, ആരെയായാലും ശരി, അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ലേ എല്ലാവർക്കും? അപ്പം ഈ ഒരു ഇതിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ബോഡി സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള ആൾക്ക് ഇങ്ങനെ സോ കോൾഡ് ഓണേഴ്സിന് നെയ്യപ്പം വിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന പോലെയോ ഇതിന് വിറ്റ് തീർക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ധാർമ്മിക റൈറ്റ് എവിടുന്ന് കിട്ടി? ഇനി ധാർമ്മികത എല്ലാം കിട്ടിയ